അല്ല, ഉപ്പ് തിന്നവർ ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല. ഇതിപ്പോൾ വെള്ളം കുടിപ്പിക്കുന്ന ലക്ഷണമൊന്നുമില്ല. ഈ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം ഒരു ഡീലുണ്ടാക്കുക എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയക്കുന്നത്. അല്ലെങ്കിൽ ED നോട്ടീസ് എത്രയും അയക്കാൻ തുടങ്ങിയിട്ട് കാര്യമുണ്ട്. ഇവിടെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം. അതല്ലാതെ ഈ പ്രശ്നം അവസാനിക്കില്ല. ഏതായാലും ജൂൺ 4 കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തികച്ചും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതുവരെ ഈ EDയും KDയുടെയും നടപടികൾ ഇവിടെ ആവശ്യമില്ല. കാരണം അവരെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. പേടിപ്പിച്ച് വോട്ടുണ്ടാക്കി, മോഡിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനാണ് ഈ നോട്ടീസ്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. ജൂൺ 4 ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ കേസിൻ്റെ യാഥാർത്ഥ്യം മെറിറ്റ് പരിശോധിച്ച് ശക്തമായിട്ടുള്ള നടപടികൾ അന്ന് സ്വീകരിക്കും. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ ആ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക്. അത് അദ്ദേഹം നിർവഹിക്കും. അതായത് ഡീലിൻ്റെ ഭാഗമാണ്. ഈ ഡീല് വിജയിച്ചു എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഡീല് ഇവിടുന്ന് ഒരാളെ BJP ഒരാളെ ഡൽഹിക്ക് അയക്കുക, പകരം തൃശ്ശൂരും തിരുവനന്തപുരമാണ് അവരുടെ ലിസ്റ്റിലുള്ളത്. ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിനെ സഹായിക്കുക. അതാണ് ഡീല്. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കോളൂ. ഈ ഭാഗത്തൊക്കെ സജീവമായിട്ടുള്ള ചില നിഷ്ക്രിയരാവും, ചില സൈലൻ്റ് ആവും. അപ്പോൾ ഉറപ്പിക്കുക, ഡീൽ ഉറച്ചു.